കാര്യം മനസ്സിലാകുന്നു. എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കുക. ഏതൊക്കെ ബൗണ്ടറികൾ നിനക്കെതിരെ വെച്ചാൽ ഇന്ന് മുതലാവത് കൺവെൻഷൻ കൂട്ടങ്ങൾ കരുത്ത് തൂക്കി കർത്തർക്ക് മഹിമായി നിന്റെ കുടുംബത്തിനകത്ത് നീ പുറത്ത് വരത്തില്ലെന്ന് മന്ത്രവാദികൾ പറയും. രോഗം നിനക്കെതിരെ ആഞ്ഞടിക്കുക, കടഭാരം നിനക്കെതിരെ ആഞ്ഞടിക്കുക. എന്നാൽ ഇന്ന് രാത്രി പറയണ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുക, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കുക. ഇന്ന് രാത്രി അവൻ്റെ ബലമുള്ള കൈകീഴ് നാട്ടുകാർ നിന്റെ മരണം കാത്തിരിക്കുക. നിന്റെ വീട്ടിനകത്ത് മാനസിക രോഗിയായി മക്കൾ തകർന്ന് കിടക്കുന്നത് കാണുവാൻ കാത്തിരിക്കുക. ഊഴിയക്കാര നിന്റെ സഭയ്ക്കകത്ത് ആത്മാക്കൾ വരുന്നത് തടയുവാൻ അവർ കാത്തിരിക്കുക. എന്നാൽ അതിൻ്റെ നടുവിൽ പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവ, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവ, കൂരിരുൾ താഴ്വരെ കൂടി കടന്നു പോയാൽ കൈവിടാത്ത ദൈവ, അവൻ്റെ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ആണ്ടവരൻ ഭാഗ്യമായി ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ആരിന്ന് രാത്രി ദൂതേറ്റെടുക്കും. എല്ലാ നാളും ഞാൻ വനാന്തരത്തിൽ കടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമായി എന്നെ കൊല്ലംകോടുന്ന കർത്താവ് ഉയർത്തുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ കരം ഉയർത്തി കർത്തർക്ക് മഹിമായി ഈ രാത്രി വിളിച്ചു പറയണം. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. അഞ്ചാമത്തത് എവിടെ എത്തിച്ചെന്നറിയാമോ? സ്തോത്രം. യെരൂശലേം ദൈവാലയത്തിന്റെ മുൻപിലേക്ക് കഴുത ഏൽപ്പിച്ചു. ഇന്ന് രാത്രി സിസ്റ്റർ ഒരു കാര്യം പറയണം. 5 പ്രതികൂലം നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ 5 അനുകൂലത്തിന്റെ മറുപടി തരുവാൻ കഴുതയുടെ കണ്ണുനീരിനകത്തിറങ്ങി വര കരം. ഇന്ന് രാത്രി തമ്പി, ഇന്ന് രാത്രി 5 പ്രതികൂലങ്ങൾ ഉണ്മയാണ് ഉങ്ക ജീവിതത്തിൽ ആഞ്ഞടിക്കത്. ഉലകത്തിൻ ഡോക്ടേഴ്സും ഉലകത്തിൻ ബാങ്കുകാരുമെല്ലാം നിന്നെ കൈവിട്. ഒരുപക്ഷെ പ്രതിസന്ധിയുടെ നടുവിൽ இந்த ஒலிக்கு பக்கம் நீ இருக்குന്നെങ്കിൽ இந்த நாட்களிலே கன்வென்ஷன் கூட்டது முடிவாக நல் செய்திகள் கேட்கும்போது கரத்தை தூக்கி கர்த்தருக்கு மகிமை கொடுத்தா இந்த கழுதைയുടെ പിൻപിൽ ഒരു ഇറങ്ങി വന്ന കരം ഉങ്ങളെ ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ആലയത്തിനകത്ത് യേശു വരുന്നു. അതാ യഹൂദന്റെ പെരുന്നാൾ. ബൈബിൾ കൂടെ ഇരിക്കണം. യഹൂദനോടനുബന്ധിച്ച് 7 പെരുന്നാളുകളുണ്ട്. 1 പെസഹ പെരുന്നാൾ, 2 ഓശാന പെരുന്നാൾ, 3 കൂടാര പെരുന്നാൾ, 4 കാകളനാഥ പെരുന്നാൾ, 5 ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ, അത് കഴിഞ്ഞിട്ട് 6 പാപപരിഹാരവും 7 പെന്തിക്കോസ് പെരുന്നാളും. യേശു ദൈവാലയത്തിൽ മത്തായി 24:1-2 യെരൂശലേമിന്റെ ദൈവാലയത്തിൽ യേശു വന്നു. എല്ലാവരും ശ്രദ്ധയോടെ പഠനം ഇങ്ങനെ മുൻപോട്ട് പോകുകയാണ്. ആ ദൈവാലയത്തിൽ വന്ന് നല്ലൊരു പ്രഭാഷണം യേശു നടത്തി. മത്തായി 24:1-2 യേശു പുറത്തിറങ്ങുമ്പോൾ ആലയത്തിന്റെ പണി ശിഷ്യന്മാർ കാണിച്ചു. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കല്ലിന്മേൽ കല്ല് ചെട്ടിപ്പാതെ ഇടിഞ്ഞു പോകും. ശ്രദ്ധയോടെ അത് പറഞ്ഞത് AD 30 AD 70 അത് തകർന്നു. അടുത്ത ദിവസം നമുക്ക് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അത് ചിന്തിക്കുമ്പോൾ നിങ്ങളോട് പറയാം, AD 70 ആലയം തകർന്നു. അവൻ വൈകിയ വേളയിൽ. അതാ നമ്മുടെ പ്രഭാഷണം. മത്തായി 24:3-4-5 അനുഗ്രഹിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണം. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്ന്, ഗുരു നാഥാ, ഇന്ന് പകൽ ഞങ്ങൾ ആലയത്തിനകത്തൊരു പ്രഭാഷണം കേട്ടു. അങ്ങയുടെ അരുമയാണ് ചെയ്തികൾ ഞങ്ങൾ കേട്ടിരിക്കുന്നത്. അങ്ങേ ശബ്ദം എங்கே കേട്ടിരിക്കുന്നത്? ഗതസമനയിൽ പ്രാവശ്യം കേട്ടു. ഒരുപക്ഷെ ഞങ്ങൾ ഗദരദേശത്ത് കേട്ടു, ദക്കപ്പൊലിമയിൽ കേട്ടു, ശമരിയിൽ കേട്ടു, യഹൂദയിൽ കേട്ടു. അല്ലെങ്കിൽ 5 അപ്പവും 2 മീനും കൊണ്ട് അനേകം പേരെ പരിപോഷിച്ച വാക്യങ്ങളും അത്ഭുതങ്ങളും കണ്ടു. അതിനപ്പുറത്ത് എന്ത്? പകൽ ആലയത്തിക്കുള്ള അങ്ങൊരു കാര്യം പേശിയിരിക്കുക. എന്താ? അങ്ങയുടെ വരവ്, ഉലകത്തിന്റെ അവസാനം ക്രൂശീകരണം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകത്തിന്റെ അവസാനവും അടയാളം. എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. വാട്ട് അബൌട്ട് ദ സിഗ്നൽ? യേശു ആദ്യം പറഞ്ഞത് കരവന കളിക്ക് അവളെയല്ല. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. ആ ഭാഗം ഞാൻ അവിടെ വിടുന്നു. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. യേശു ക്രിസ്തു പറഞ്ഞ വരവിൻ്റെ 4 ലക്ഷണങ്ങൾ എല്ലാവരും കേൾക്കണം. വരവിൻ്റെ 4 ലക്ഷണങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞു. ഞാനല്ല, ഉങ്ക കൈകിലേ അരുമயான വേദം சொல்கிறது. മത്തായി 24:32-33-34 നത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിൻ്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ വേനലടുത്തുവല്ലോ, ഇസ്രായേലും അന്തിമദിനവും. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ, അഥവാ എതിർ ക്രിസ്തു അപ്പുറത്ത് നിൽക്കുന്നു. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിൻ്റെ ദൂതന്മാർക്കോ അറിയത്തില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ 4 ചാലുകൾ ഇതിനെ ബേസ് ചെയ്താൽ നമ്മുടെ പ്രഭാഷണം പോകുന്നത്. 1 ഇസ്രായേലാകുന്ന ആത്തി, 2 എതിർ ക്രിസ്തു, 3 പ്രപഞ്ചത്തിൻ്റെ ലക്ഷണം, 4 ഏകലോക മതം. ഇതാ കർത്താവിൻ്റെ വരവിൻ്റെ 4 ലക്ഷണങ്ങൾ.
ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിൻ്റെ ദൂതന്മാർക്കോ ആർക്കും അറിയത്തില്ല. ഞാൻ നാളെ കളിക്കവിളിയോ അല്ലെങ്കിൽ മാർത്താണ്ഡമോ സായംകുട്ടിയോ അല്ലെങ്കിൽ തടിക്കാറുകോണോ എങ്ങനെ പേசுகிறது അരുമയാണ് തമിഴ് മക്കളോട് சொல்கிறது 2025 ജൂൺ മാസത്തിൽ യേശു വരുമോ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എന്നെ സ്റ്റേജിൽ നിന്ന് താഴെ ഇറക്കി വണ്ടി കയറ്റിയേക്കണം. സന്തോഷമില്ലല്ലോ. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ, അത് തമിഴ്നാട്ടുകാരെ ഉദ്ദേശിച്ചല്ല, കേരളക്കാരനാ. ഞങ്ങളുടെ കേരള ഭാഷയെ പറഞ്ഞാൽ ഈ സമയം മുൻകൂട്ടി കുറിച്ചാൽ ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ തോമാച്ചായൻ കർത്താവ് വരുന്ന 2025 ജൂൺ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ തോമാച്ചായൻ സഭയിൽ വരും. പറയും എൻ്റെ കള്ളുകൂടി നിർത്തി, എല്ലാം നിർത്തി, സഭാഭാഷ തലേ കൈവച്ച് അരുമயான വാക്യത്തെ കൊടുക്കത് 3 ആഴ്ച വരെ. 4-ാമത്തെ ആഴ്ച പുള്ളി പറയും കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു. 5-ാമത്തെ ആഴ്ച പറയും ഞാൻ സ്നാനമെടുക്കാൻ തീരുമാനിച്ചു. 6-ാമത്തെ ആഴ്ച സ്നാനം, 7-ാമത്തെ ആഴ്ച കർത്തൃമേശ സുന്ദരമായിട്ട് കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടും. സന്തോഷമില്ലല്ലോ. അത് മലയാളികളെ ഉദ്ദേശിച്ച് ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിൻ്റെ ദൂതന്മാർക്കോ. അതുകൊണ്ട് കളിക്കാവിളയോ മാർത്താണ്ടോ ചെങ്കവിളയോ ഏതെങ്കിലും പോതകർ വന്ന് ഇന്ന നാൾക്കളിൽ ഇന്ന ഡേറ്റ് കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ അപ്പനെ വണ്ടി കൂലി കൊടുത്ത് സ്ഥലം മാറ്റിയേക്കണം. അവൻ്റെ പേരാ കള്ളപ്രവാചകൻ. സ്വത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൻ്റെ ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിൻ്റെ ദൂതന്മാർക്കോ അറിയത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലും இந்த நாட்கள் சுருங்கி இருக்குது. அதுக்கு தான் இந்த கேரளா தமிழ்நாடு பத்திரிகையை நோக்கியால் என்ன ஐயா எந்த பேப்பரை படிப்பது? எல்லோ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. കരമുയരുന്നില്ലല്ലോ. സ്വത്രം. இந்த 10 വർഷമായി കേരളത്തിലും തമിഴ്നാട്ടിലും, ബാക്കിയൊക്കെ അടുത്ത വർഷം പറയാം. അതിനോടൊപ്പം കാറ്റടിക്കുന്ന അരുമயான പുയൽ. എന്താ അരുമயான പുയൽ? റീത്ത, കത്രീന, വിൽമ, ഹാർവി, ഓർമ്മ, മാത്യു, ഫ്ലോറൻസ്, ലോറൻസ്, മഗ, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേവി, ടൗട്ടൈ. എത്ര പൂയലടിക്കുന്നത്. ഇനി ഒരു പൂയലൂടെ അടിക്കുക. അതിൻ്റെ പേരാ പെരിഷ്. ഏലിയാവിനെ കൊണ്ടുപോയാൽ അന്ന് രക്ഷയുടെ ടിക്കറ്റുള്ള അക്കരെ കയറും. കര ഉയരുന്നില്ലല്ലോ. സ്വത്രം. അതുക്ക് താൻ இந்த കൺവെൻഷൻ കൂട്ടങ്ങൾ ചെയ്തികൾ കൊടുക്കുന്നത് കർത്തർക്ക് വരവിനുമായി. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൻ്റെ 4 ലക്ഷണങ്ങൾ ആസ്പദമായി കേട്ടോണേ. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നാം യാത്രയും അടുത്ത ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ഞാൻ കടക്കുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ 3 പ്രഭാഷണങ്ങൾ ബൈബിളിനകത്തുണ്ട്. പഠിക്കുന്ന അരുമயான കുഞ്ഞുങ്ങൾ. 1 ഒലിവുമല പ്രഭാഷണം. ഇതിന് ബൈബിൾ കോളേജ് അല്ലെങ്കിൽ BTH MTH പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാവരും അതിന് എസ്കറ്റോളജി വരാൻ പോകുന്ന കാലമോ ആ മത്തായി 24. അതുപോലെ വേറൊരു പ്രഭാഷണം യേശു ക്രിസ്തുവിൻ്റെ ഉണ്ട്. അതിൻ്റെ പേരാ ഗിരിപ്രഭാഷണം. മത്തായി 7-8. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ ബാപ്പുജി അദ്ദേഹം തൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ, നമ്മളത് വായിക്കത്തില്ല, ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നെ അഹിംസയുടെ മൊഴിമുത്തുകൾ എൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നത് യേശുദേവൻ്റെ മൊഴിമുത്തുകൾ. കരമുയരുന്നില്ലല്ലോ. നമ്മ മഹാത്മാഗാന്ധിജി അഹിംസയുടെ വാദം കൊണ്ടുവന്ന് യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം കേട്ടിട്ട് 3-ാമത്തെ പ്രഭാഷണമോ മാളികമുറി പ്രഭാഷം. യോഹന്നാൻ 14:1-2-3. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശുക്രിസ്തുവിൻ്റെ അരുമயான 3 ചെയ്തികൾ സുവിശേഷത്തേക്ക് ഇരിക്കുന്നത്. 1 ഒലിവുമല, 2 ഗിരിപ്രഭാഷം, 3 മാളികമുറി പ്രഭാഷം. ഇന്ന് കുഞ്ഞു വായിച്ചത് മത്തായി 24. യുദ്ധങ്ങളെക്കുറിച്ച് യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. നേരെ നമുക്ക് കൊല്ലങ്കോട് നിന്ന് അമേരിക്കയിലേക്ക് ഒറ്റ പോക്ക് പോകാം. ലോകവും ബൈബിളും ചരിത്രവും. ഇനി എല്ലാവരും നോട്ട് ചെയ്യണം. ഇത് ലൈവ് കേൾക്കുന്നവർ. ലോകത്തിൻ്റെ ചരിത്രം. യുദ്ധങ്ങൾ 1905 മുതൽ ഒരു യുദ്ധമുണ്ടായിരുന്നു. റൂസോ ജപ്പാൻ വാർ. റഷ്യ ജപ്പാനെ ആക്രമിച്ചു. അവസാനം ജപ്പാൻ മണ്ടക്കിട്ട് കൊടുത്തു. ജപ്പാൻ ജയിച്ചു 1905. അത് കഴിഞ്ഞ് 2-ാം യുദ്ധം 1917 മുതൽ 17 വരെ. ആ യുദ്ധമായിരുന്നു 1-ാം ലോകമഹായുദ്ധം. അന്ന് ലക്ഷക്കണക്കിന് പേർ മരിച്ചു. അന്നൊരു സംഘടന വന്നു. അതിൻ്റെ പേരാ ലീഗ് ഓഫ് നേഷൻസ്. ഐക്യരാഷ്ട്ര സംഘടനയുള്ള സർവ്വരാഷ്ട്ര സംഘടന. പഠിച്ചോണ്ടേ ഇറങ്ങാവും. നിങ്ങളും പ്രസംഗിക്കണം. അത് കഴിഞ്ഞ് 39 മുതൽ 45 വരെ 2-ാം ലോകമഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. അന്ന് 48 മെയ് 14 ഇസ്രയേലാകുന്ന അത്തി തളിർക്കുന്നു, കൊമ്പിളതാകാൻ തുടങ്ങുന്നു. 48 മെയ് 14. അന്നത്തെ പ്രത്യേകത ഇതിനെ ബേസ് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾ. 22,120 കിലോമീറ്റർ ഇസ്രായേൽ, 671 കിലോമീറ്റർ ജെറുസലേം, 6,780 കിലോമീറ്റർ പലസ്തീൻ റമല്ല. ഇപ്പുറത്തൊരു സംഭവമുണ്ട്, ഗാസ, റാഫ, ജാഫ്ലിയ. ആ ഗാസയിൽ നിന്ന് 374 കിലോമീറ്റർ. ഇതിനെ ബേസ് ചെയ്തായിരിക്കും കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രസംഗിക്കുന്നത്. 57 അടുത്ത യുദ്ധം. 16
ഈജിപ്റ്റ് സൂയസ് കനാലിന് വേണ്ടി ഇസ്രയേലിനോട് അടിച്ചു. അതിനുശേഷം 61 വീണ്ടും യുദ്ധം, ഇന്ത്യ, ചൈന, അമേരിക്ക, വിയറ്റ്നാം. 1967 അറബ് ഇസ്രായേൽ വാർ. അതിനകത്ത് യെറുസലേമിനെ ആര് കൈക്കലാക്കി? ഇസ്രയേൽ കൈക്കലാക്കി. 71 ഒരിടത്ത് ഇന്ത്യ, പാകിസ്ഥാൻ. 70 മുതൽ 80 വരെ വേറെ യുദ്ധം നടന്നു. ഇറാനും ഇറാഖും യുദ്ധം എല്ലാവർക്കും അറിയാം, 10 വർഷം കൂടെ അടിച്ചു. 73 വേറൊരു യുദ്ധം നടന്നു, യോം കിപ്പർ വാർ, ബൈബിളും പ്രവചനങ്ങളും. അതിനുശേഷം 90 ഒരു യുദ്ധം നടന്നു, ഇറാഖ് കുവൈറ്റിനെ കയറി പിടിച്ചു. 92 അത് അവസാനിച്ചു. കഴിഞ്ഞ 30 വർഷമായി വലിയ കുഴപ്പമില്ലാതെ ലോകം പൊക്കോണ്ടിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങൾ നിങ്ങൾ ഇരിക്കുമ്പോൾ 2022 ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ ഒരു യുദ്ധം ആരംഭിച്ചു. ഇന്ന് 28 മാസമാകുന്നു റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഇതെവിടെ ചെല്ലുന്നു? ജെറുസലേമിലേക്ക് ചെല്ലുന്നു. അതിനെ ബേസ് ചെയ്തായിരിക്കും ഇന്ന് രാത്രി മുതൽ നാം പ്രസംഗിക്കുന്നത്. എന്താ റഷ്യ ഉക്രൈൻ യുദ്ധം? എല്ലാവരും കേട്ടോണം. ലോകത്തിലെ 2 വൻശക്തികൾ. അതിൻ്റെ ഒന്നാമത്തെ ശക്തി അമേരിക്ക. 51 സ്റ്റേറ്റുകളുണ്ട്. അമേരിക്കയാണ് ലോകത്തിലെ വൻശക്തി. അവർക്കൊരു സൈനിക ഘടകമുണ്ട്, അതിൻ്റെ പേര് നാറ്റോ. നാറ്റോ സഖ്യം, അമേരിക്കയുടെ കീഴിൽ അനവധി രാഷ്ട്രങ്ങൾ. അതിനും അപ്പുറത്ത് വേറെ ലോകത്തിലെ ശക്തിയുണ്ട്, അതിൻ്റെ പേര് USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. അവൻ്റെ പേര് റഷ്യ. അത് അനവധി രാജ്യങ്ങളുണ്ട്. റഷ്യയിൽ ഭരണങ്ങൾ മാറി മാറി വന്നു. ഇനി ബൈബിളും പ്രവചനവും. 1987 റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിൻ്റെ പേര് മിഖായിൽ ഗർബച്ചോവ്. എല്ലാ സ്കെയിലും ഇപ്പോൾ വായിച്ചു തരും. മിഖായിൽ ഗർബച്ചോവ്. അദ്ദേഹം ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉപദേഷ്ടാക്കൾ, തമിഴ്നാട്ടിൻ முதலமைச்சர் ஸ்டாலின் இருக்குது. அந்த ஸ்டாலின் பக்கம் அவருக்கு செய்தியை கொடுக்குது அனவதியாய் ஆள்கார், உண்மையை கொடுக்குது இருக்குது. അതുപോലെ മിഖായിൽ ഗർബച്ചോവിൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, സാറേ റഷ്യ ഭയങ്കര രാഷ്ട്രമാണ്, പക്ഷേ ഇനി ജനങ്ങൾക്ക് മരുന്നോ അല്ലെങ്കിൽ ഭക്ഷണമോ കൊടുക്കാൻ നമ്മൾ ബുദ്ധിമുട്ടും, അതുകൊണ്ട് റഷ്യയെ വെട്ടിമുറിക്കണം. 1987 പറഞ്ഞു. 1991 റഷ്യയെ 15 വെട്ടിമുറിച്ചു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, അർമേനിയ, ബെലാറസ്, ജോർജിയ, ചെച്ചിനിയ, ക്രിമിയ, സൈബീരിയ. ഉടനെ പറഞ്ഞുതരാം ബൈബിളുമായി. അങ്ങനെയെങ്കിൽ റഷ്യയെ 15 വെട്ടിമുറിച്ചു. ഇവിടെ ഒരു ഭാഗം റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റായിരുന്നു മിഖായിൽ ഗർബച്ചോവ്. ഏവരും കേൾക്കണം. അദ്ദേഹത്തെ കൊണ്ടുപോകാൻ രാവിലെ കൊട്ടാരത്തിൽ നിന്ന് നല്ല വണ്ടി വരും. അദ്ദേഹം പോകാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് റൈസ ഗർബച്ചോവ്. കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, അവരൊരു റൂമിലിരുന്ന് വിശുദ്ധ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അവർ റഷ്യൻ ഓർത്തഡോക്സ് സഭക്കാരിയാണ്. അദ്ദേഹം പറങ്ങാൻ ഇറങ്ങുമ്പോൾ ഈ സഹോദരി കണ്ണുനീരുമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, റൈസ, ഞാൻ കൊട്ടാരത്തിൽ പോകുമ്പോൾ നീ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? ആ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്കളെ റഷ്യയുടെ പ്രസിഡന്റ് ആക്കിയത് സ്വർഗത്തിലെ ദൈവമാ, അതുകൊണ്ട് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കണ്ടോ, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ പ്രത്യേകിച്ച് കേൾക്കണം. അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം വിട്ടതിന് ശേഷം താമസമിന നാളുകൾ കടന്നു പോകുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കരമുയർത്തുന്നവർക്കായി നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയേറിയ പ്രാർത്ഥന, മിണ്ടുന്നില്ല, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. സിസ്റ്ററെ, പോസ്റ്റ് ഇടുന്നതല്ല വലുത്, സഹോദര കരമുയർത്തുന്നതല്ല വലുത്. ഹൃദയം നുറുങ്ങി നീ നിലവിളിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ കണ്ണുനീർക്ക് മറുപടി തരുവാൻ റഷ്യയുടെ പ്രസിഡന്റ്. സഹോദര, ഇന്ന് രാത്രി ഇവിടെ വന്ന സമയത്ത് ഞാൻ അനേകം പോസ്റ്ററുകൾ കണ്ടു. കഴിഞ്ഞ ദിവസം ചെങ്കവിള കണ്ടു, ഇപ്പം കണ്ടു. ഞങ്ങളെപ്പോലുള്ളൊരു മൈക്ക് പിടിച്ച് നിൽക്കുന്നു, വാലിബ കൊളുവിനാർ പാടുന്നവർ ഇങ്ങനെ നിൽക്കുന്നു. കുഞ്ഞെ, ഇന്ന് രാത്രി പോസ്റ്ററിനകത്ത് ഫോട്ടോ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഓൺലൈനിൽ പടം ഉണ്ടെങ്കിലും സഭയുടെ പ്രസിഡന്റാന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. പക്ഷേ എവരെ അറിയുന്നതിനേക്കാൾ ഉപരി, പച്ചയ്ക്ക് പറയുക, ദേവശോഭന ഭാഷ വിട്ടിരിക്കുന്നു, പച്ചയ്ക്ക് പറയുക, എവരെ അറിയുന്നതിനേക്കാൾ ഉപരി സ്വർഗത്തിനിഷ്ടം മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവരെ, കരമുയർത്തുന്നവർക്കായി. ഇയ്യോബ് എന്ന് പറയുന്ന സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു ഓസ് ദേശത്ത്. സ്വോത്രം. ഇയ്യോബിൻ്റെ 5G ഇന്റർനെറ്റ് ഒന്നുമില്ലായിരുന്നു. പക്ഷേ സാത്താൻ ഒരു വിസിറ്റ് എടുത്ത് മേളിൽ ചെന്നപ്പോൾ മാർത്താണ്ഡത്ത് പാലം ഇടിഞ്ഞോ എന്നല്ല സ്വർഗം ചോദിച്ചത്, ഇവിടെ ഇലക്ഷൻ നടന്നോ എന്നല്ല ചോദിച്ചത്. എൻ്റെ ഭക്തനായ ഊളിയക്കാരനായ ഇയ്യോബിൻ്റെ മേൽ കരമുയർത്തുന്നവർക്കായി നീ കണ്ണുവച്ചുവോ? ഇന്ന് രാത്രി വചനത്തെ വാസിക്കരുത്. അയ്യോ, இந்த ஸ்டேஜில் இருக்கிற போதகர், இந்த ஸ்டேஜுக்குள்ள பாடுന്ന வாலிப கொழுவினார், பிரஸ்தானத்தின் தலைமை போதகர். அதுக்கும் அப்புறம் இந்த நாட்களிலே வீட்டுக்குள்ள இருந்த பாயை இருந்து കണ്ണുനീർ തൂകി നിലവിളിക്കുന്ന ഭക്തന്മാരെയും അമ്മച്ചിമാരെയും അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. കരമുയർത്തുന്നവർക്കായി പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നവനാ. സ്വോത്രം. അങ്ങനെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു. എന്താ റഷ്യ ഉക്രൈനിന്? പടപട വാക്യങ്ങൾ പോകും.
2010 ഉക്രൈൻ്റെ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിൻ്റെ പേര് സെലൻസ്കി. അവനൊരു യഹൂദ സ്ത്രീയുടെ മകനാണ്. അവൻ്റെ സ്നേഹം ആരോടാ? യഹൂദന സ്നേഹം അമേരിക്കയുടെ. 2013 അവൻ അമേരിക്കയിലെ പ്രസിഡൻ്റായിരുന്നു ബരാക് ഒബാമ. വാലിബക്കൊള്ളുന്നത് കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരെല്ലാം നോട്ട് ചെയ്യണം. അമേരിക്കയിലെ പ്രസിഡന്റ് ഒബാമയ്ക്ക് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളെയും കൂടെ നാറ്റോയിൽ ചേർത്തേക്കണം. പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങളെ ചേർക്കത്തില്ല. 2016 അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് വന്ന് വായാടി ട്രംപ് അവർക്ക് കത്ത് കൊടുത്തു, ഞങ്ങളെ ചേർത്തേക്കണം. അവർ പറഞ്ഞ് ചേർക്കത്തില്ല. കാര്യം ഞാൻ പുറകെ പറയാം. 2020 കോവിഡ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ യഹൂദനായ വ്ളാഡിമിർ സെലൻസ്കി അടുത്ത കത്താരെ കൊടുത്തു. ഒന്ന് യൂറോപ്യൻ യൂണിയൻ്റെ കൊടുത്തു, അടുത്ത ബൈഡൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളെ ഒന്ന് ചേർത്തേക്കണം. അപ്പം റഷ്യയുടെ പ്രസിഡന്റിന് പിടികിട്ടി. ഇവൻ ഈ കൂട്ടത്തിൽ നിന്ന് മതിൽ ചാടും. ഇന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ്, നാളെ JC, മറ്റൊന്ന് IPC, അത് കഴിഞ്ഞ് കാൽവറി, അത് കഴിഞ്ഞ് കൃപാസനം. ഒന്നും ഒത്തില്ലേ CSI. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇവ എങ്കയോ മതിൽ ചാടും. അതിനാസ്പദമായി ഏറ്റവും നല്ല കാര്യം, റഷ്യ ഉക്രൈനെ ആക്രമിക്കുവാൻ കാര്യം ഒരു ചാനലുകാർക്കും അറിയത്തില്ല. അമേരിക്ക എന്തുകൊണ്ട് എടുക്കാത്ത കാര്യം പറയാം. എന്താ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്ന കാര്യം? ലോകത്തിൽ ഏറ്റവും നല്ല വെള്ളം തന്നെ ഉച്ച തന്നെ കിട്ടുന്ന നല്ലൊരു നദി ഇരിക്കുന്നത് എங்கே ഇരിക്കുന്നതെന്ന് അറിയാമോ? ഉക്രൈനിൽ ഇരിക്കുന്നത്. ആ നദിയുടെ പേര് നിപ്പർ നദി. കുപ്പിയിൽ വെള്ളം അടച്ച കാശ. 2 റഷ്യയുടെ ആണവനില ഇപ്പം കട്ടപ്പുറത്ത് പാറശാല കുറുങ്കുട്ടി ബസ് സ്റ്റാൻഡ് വണ്ടി ഇരിക്കുന്ന പോലെ ഇരിക്കുക, ചൊർണോവ് ആണവനില. അപ്പം ഇപ്പുറത്ത് ഉക്രൈൻ്റെ ആണവല നിലയുണ്ട് സപ്രോഷ്യ. 3 ലോകത്തിലെ ഏറ്റവും വലിയ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രം റഷ്യ. അതിൻ്റെ കൂടെ ഉക്രൈനെ കൂടെ കിട്ടിയാൽ ആഗോള വ്യാപകമായി ഗോതമ്പിൻ്റെ വില റഷ്യ പറയുന്ന പോലെ നിൽക്കും. എന്ന് ഉക്രൈനും റഷ്യ അടി തുടങ്ങി ഞങ്ങളുടെ കേരളത്തിലെ റേഷൻ കടയിലെ ഗോതമ്പും പോയി. കരം ഉയർത്തുന്നവർക്ക് ശ്രോത്ര. ഇത് തമിഴ്നാട്, ഇവിടുത്തെ കാര്യം എനിക്കറിയത്തില്ല. കേരളത്തിലെ ഗോതമ്പ് അന്നേ പോയി ശ്രോത്ര. അടി തുടങ്ങിയതിൻ്റെ അന്ന് ഗോതമ്പ് പാക്കറ്റ് പോയി ശ്രോത്ര. അങ്ങനെയെങ്കിൽ ഇതെത്ര നാൾ കൊണ്ട്? എന്തുകൊണ്ട് നാറ്റോ സഖ്യത്തിനകത്ത് ഉക്രൈനെ ഉൾപ്പെടുത്തത്തില്ല? കേട്ടോണേ, ഇത് ഒരു ചാനലുകാർക്കും, സൺ TV, ജെമിനി TV, അല്ലെ TV9, ഏഷ്യാനെറ്റ്, മനോരമ, ഏത് ചാനലെ നിങ്ങൾക്ക് பார்த்தாലും അവർക്കറിയത്തില്ല. ഒരു കരാറുണ്ട്. അത് ലോക ചരിത്രവും ബൈബിളും പഠിക്കുന്നവർക്കറിയാം. 1971 അമേരിക്കയും ആരുമായിട്ട് റഷ്യയായിട്ട് ഒരു കരാറുണ്ട്. എന്താ കരാറിൻ്റെ പ്രത്യേകത എന്നറിയാമോ? റഷ്യയുടെ അതിർത്തിയിലുള്ള ഒരു രാജ്യത്തെയും നാറ്റോ സഖ്യത്തിൽ എടുക്കത്തില്ല. എന്താ അതിൻ്റെ പ്രത്യേകത? നാറ്റോ സഖ്യത്തിലെടുത്താൽ അമേരിക്ക ഒരു റഡാർ അവിടെ കൊണ്ടുവച്ചാൽ റഷ്യയുടെ സകല കാര്യങ്ങൾ ഈ അമേരിക്ക ഊറ്റും. അതുകൊണ്ട് UN-നകത്ത് 1971 ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാറിൻ്റെ പേരാ ജോൺ എഫ് കെന്നഡി കരാർ. ആ കരാർ നിൽക്കുന്നത് കൊണ്ട് ഈ ഉക്രൈനെ പിടിച്ച് നാറ്റോ സഖ്യത്തിൽ കയറ്റാത്തത്. ഒരു കാര്യം, ഈ തമിഴ്നാട്ടിൽ രാമേശ്വരം, നിങ്ങൾക്ക് ആ സ്ഥലമൊന്നും അറിയത്തില്ല, എനിക്കറിയാം. രാമേശ്വരത്ത് നിന്ന് 7 മണിക്കൂർ ബോട്ടിൽ പോയാൽ ശ്രീലങ്കയിലെത്താം. ശ്രീലങ്കയിൽ ഒരു തുറമുഖമുണ്ട്, ബട്ടിക്കോലവയ്ക്കടുത്ത് കമ്പൻതോട്ട തുറമുഖം. ഈ തുറമുഖം പണിഞ്ഞത് ആരാ? ചൈന 1500 കോടിക്കാണ് പണിഞ്ഞത് കമ്പൻതോട്ട. അപ്പോൾ ചൈനയുടെ കീഴിലായി തുറമുഖം. അദാനി വിഴിഞ്ഞു കൊടുത്തതുപോലെ. അപ്പോൾ ചൈനക്കാർ ഒരു കപ്പൽ കൊണ്ടുവരാൻ വന്ന് യുവാങ് 5, അതാ ചൈനയുടെ ചാരക്കപ്പൽ. ആ കപ്പൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇന്ത്യ റഷ്യ ഇവരോട്, ശ്രീലങ്കയോടും പറഞ്ഞു, ചൈനയോടും പറഞ്ഞു, ദയവ് ചെയ്ത് ആ കപ്പൽ കൊണ്ടുവന്നാൽ കുഴപ്പം ഇന്ത്യക്കല്ല. 4 കാര്യങ്ങളുടെ രഹസ്യം ഊറ്റും. 1 തിരുവനന്തപുരം എയർപോർട്ട്, 2 വലിയമല ISRO, 3 പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്, 4 ബ്രഹ്മോസിൻ്റെ പ്ലാന്റ്, 5 തമിഴ്നാട്ടിൽ കൂടംകുളം ആണവ നിലയം. സ്വോത്രം. ഇതിൻ്റെ രഹസ്യം എല്ലാം സാറ്റലൈറ്റ് വഴി ഊറ്റും. അപ്പോൾ പാവപ്പെട്ട ശ്രീലങ്കക്കാരനോട് ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾ പൈസ തന്നിട്ടാണ് നീ ഇപ്പം കട്ടൻ ചായ കുടിക്കുന്നത്. ശ്രീലങ്ക പറഞ്ഞു, ഒരു രക്ഷയില്ല, യവന്മാർ കൊണ്ടുവന്നാൽ തടയാൻ പറ്റത്തില്ല. ഈ ചൈനക്കാർ കേട്ടില്ല. ഉടനെ ഉണ്ട് നേരെ കപ്പലുമായിട്ട് വന്ന് ഇന്ത്യയുടെ ഒരു ഈ വിദേശകാര്യമന്ത്രിയുണ്ട്. പുള്ളി അധികം TV വരത്തില്ല. പുള്ളി ഒതുങ്ങി കഴിയുന്നതാ, എപ്പോഴും പ്ലെയിനകത്ത് യാത്ര. ജയശങ്കർ, കനം കുറഞ്ഞൊരു പുള്ളിയാണ്. അദ്ദേഹം ISROട് പറഞ്ഞു, ഒരു സാറ്റലൈറ്റ് ഈ ശ്രീലങ്കയുടെ കമ്പൻതോട്ട തുറമുഖത്തിൻ്റെ മേളിലോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. കപ്പൽ നിൽക്കുന്നതിൻ്റെ മേളിൽ സാറ്റലൈറ്റ് എത്തി. ചെങ്കവിളയിൽ നമ്മുടെ സിൽവിയപുരത്തെ സഹോദരി ദുബായിലിരിക്കുന്ന ചേട്ടനുമായിട്ട് സംസാരിക്കുമ്പോൾ വാട്സപ്പ് കട്ടായാൽ ഒറ്റ കട്ട്. കാര്യം തീർന്നല്ലോ, സന്തോഷമില്ലല്ലോ, കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ചൈനക്കാരൻ കപ്പലും എടുത്തുകൊണ്ട് അവൻ്റെ പാട്ടിന് പോയി. സ്വോത്രം. ഇതാ കമ്പൻതോട്ട തുറമുഖത്ത് നടത്തുന്നത്. എല്ലാവരും കേൾക്കണം. സ്വോത്രം. അതുപോലെ ഈ റഷ്യയുടെ അതിർത്തി ഒരു സ്ഥലത്തെ കൊടുത്താൽ ഇത് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് അമേരിക്ക നാറ്റോയിൽ ചേർക്കാത്തത്. യുദ്ധം തുടങ്ങിയിട്ട് എത്ര മാസമായി? 28 മാസമായി. ഫെബ്രുവരി 22 കഴിഞ്ഞു. 28 മന്ത്സ്. ഈ യുദ്ധം എവിടെ ചെല്ലും? ഇതാ നമ്മുടെ പ്രസംഗം. അതിനോടനുബന്ധിച്ച ഇസ്രയേൽ ഗാസ, ഇസ്രയേൽ സിറിയ, ഇസ്രയേൽ ലെബനോൻ, ഇസ്രയേൽ ഇറാൻ, ഇതെല്ലാം പ്രവചനത്തിൽ. ഈ യുദ്ധം എവിടെ ചെല്ലും? ഇനി ബൈബിൾ എടുക്കണം. എസക്കേലിൻ ദീർഘദർശിൻ കടിതം വായിച്ചിട്ട് മോള്. എസക്കേൽ പ്രവചനം 39:1-2. എല്ലാവരും ഈ വചനം കേൾക്കണം. എസക്കേൽ 39:1-2. പാസ് പറഞ്ഞ സമയത്ത് തന്നെ ഇന്ന് രാത്രി നിർത്തും, ബാക്കി നാളെ. എസക്കേൽ
എസെക്കിയേൽ 39:1-2 വായിച്ചിട്ട് മോളെ. നീയോ മനുഷ്യപുത്ര ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. ആരാ ഈ ഗോഗ്? മക്കൾ അവിടെ നിർത്തണം. പണ്ടൊരു അപ്പച്ചനുണ്ടായത് കള്ളു കുടിച്ച നോഹയുടെ മക്കളുടെ പേരാ ശേം, ഹാം, യാഫേത്ത്. ഉൽപ്പത്തി 10:2. യാഫേത്തിന്റെ തലമുറയാ മാഗോഗ്. മാഗോഗിനകത്തുനിന്ന് മതിൽ ചാടിയവനാ ഈ ഗോഗ്. ഇനി കേട്ടോണം, മാഗോഗ് ആരാ? 5 കുള്ളന്മാര്. പറഞ്ഞുതരാം. ഇവിടെ പള്ളിപ്പെരുന്നാളില് അണ്ടാവിനകത്തിട്ട് 5 പലഹാരം എടുക്കും. 1 ബോണ്ട, 2 പരിപ്പുവട, 3 നെയ്യപ്പം, 4 സുഖിയൻ. അതുപോലെ 5 പേര് ഒരുപോലെ ഇരിക്കുന്നവരുണ്ട്. 1 ചൈന, 2 കൊറിയ, 3 തൈവാൻ, 4 ഫിലിപ്പൈൻസ്, 5 ജപ്പാൻ. 5 കുള്ളന്മാര്. യവന്മാരാ മാഗോഗ്. കേട്ടോ, യവന്മാർ ഒരച്ച് ഇരിക്കുന്ന ലോകരാജ്യങ്ങളും ബൈബിളും. ഇതിൽ നിന്ന് ചാടിയവനാ ഇന്നത്തെ ഗോഗ്. മാഗോഗ് ഇന്ന് ഡിവൈഡ് ചെയ്ത കൺട്രിയാ ഇന്നത്തെ റഷ്യ. ഗോഗേ വായിച്ചോ. ഞാൻ നിനക്ക് വായിച്ചോട്ടെ. നീയോ മനുഷ്യപുത്ര ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. എല്ലാവരും ബൈബിൾ എടുക്കണം. യഹസ്കേലും ദീർഘദർശിയും കടിതം ചാപ്റ്റർ 39 വേഴ്സ് 1 and 2. എല്ലാവരും എടുത്തോണം തമിഴ് ബൈബിൾ. അടുത്തത് യഹോവേ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. റഷ്യ. അടുത്തത് റോസ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ. റോസ റഷ്യ, മേശക് മോസ്കോ, ട്രൂബൽ ടുബാസ്കോ. അതുകൊണ്ട് മദ്രാസ്, ചെന്നൈ, ട്രിവാൻഡ്രം, തിരുവനന്തപുരം, ബാംഗ്ലൂർ, ബംഗളൂർ. പഴയ ബൈബിൾ അതുപോലെ സ്ഥലങ്ങളുടെ പേര് എത്ര ക്ലിയർ. റോസ്, മേശക്, ട്രൂബൽ, റഷ്യ, മോസ്കോ, ടുബാസ്കോ എന്നിവയുടെ തലമൈ നേതാവായ റഷ്യ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിനക്ക് വിരോധം. അതാ 28 മാസം കൊണ്ട് ഉക്രൈനെ അടിക്കുന്നുണ്ട്. ലോക രാജ്യങ്ങൾ അവന് വിരോധമായിരിക്കുന്നു. അടുത്ത വാക്ക്, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് ശേഷിപ്പിച്ച്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കണം. ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ വന്നവര് ഇന്ത നാൾക്കളികളെ നൽസെയ്ത് കേട്ടിട്ട് റഷ്യ വെട്ടിമുറിക്കപ്പെടുമോ? 6 ശേഷിപ്പിച്ച്. എല്ലാവരും കേൾക്കണം. 6 രാജ്യങ്ങളിൽ കൂടെ ഒരു റോഡ് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കാം. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈനിൽ കൂടെ നിന്നെ കൊണ്ടുപോകാൻ പോകുന്ന ഒരു സ്ഥലത്ത്. അപ്പൊ റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന് ഇവിടുത്തെ തമിഴ്നാടിൽ മുതലമച്ചർ സ്റ്റാലിൻ അറിയായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിജിക്ക് അറിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാവ് VS അറിയായിരുന്നു. എവർക്കാർക്കും അറിയത്തില്ല റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന്. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ഭക്തനായ എസെക്കിയേലിനോട് സ്വർഗം പറഞ്ഞു, ഞാൻ നിന്നെ 6 രാജ്യങ്ങളുടെ നടുവിൽ കൂടി കടത്ത്. കരമുയർത്തുന്നവർക്കായി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. ഇതാ ബൈബിളിന്റെ തനിമ. റഷ്യ വെട്ടിമുറിക്കപ്പെടും. ഈ 6 രാജ്യങ്ങളിൽ കൂടെ ഉക്രൈനിൽ കൂടെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടു ചെല്ലും. വായിച്ചിട്ട് മോളെ ആ സ്ഥലം. നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച്. നിന്റെ വടക്കേ അറ്റ സിറിയ, ഗോലാൻ കുന്ന്, റഷ്യയുടെ വടക്കേ അറ്റം. അടുത്തത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. കരമുയർത്തിയാട്ട് എല്ലാവരും. അന്തിമ ദിനം റഷ്യ എത്താൻ പോകുന്ന ഇസ്രായേൽ പർവ്വത നിര. അതാ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന ലേറ്റ് നോവിന്റെ ആരംഭം. ഇനി പടപട വാക്യങ്ങൾ. എസെക്കിയേൽ 38:7-8 വാക്യങ്ങൾ. ആ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ മെയ് മാസത്തിൽ നിങ്ങൾ കണ്ടത്. എസെക്കിയേൽ 38:7-8 വായിച്ചിട്ട് മോളെ. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹം ഒക്കെയും ഒരുങ്ങിക്കൊള്ളുക. കിടക്കുന്ന റഷ്യയുടെ കൂടെ കുറെ പേര് ഒരുങ്ങിക്കൊള്ളുക. അടുത്ത പ്രസംഗം വായിച്ചാട്ടെ. നീ അവർക്ക് മേധാവിയായിരിക്കും. മോൻ അവിടെ നിന്ന് വെയിറ്റ് ചെയ്താട്ടെ. നീ അവർക്ക് മേധാവിയായിരിക്കും. ആര് മേധാവി? ഇന്ന് അറബ് രാജ്യങ്ങളുടെ മേധാവി റഷ്യ. കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം റൈസി, അദ്ദേഹം മരിക്കുമെന്ന് 2024 ഏപ്രിൽ എവിടെയോ ഞാൻ പ്രസംഗിച്ചു. കഴിഞ്ഞ ദിവസം ആരേണ്ടത് വീഡിയോ കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇറാന്റെ പ്രസിഡന്റ് എങ്ങനെ മരിക്കും, ഇസ്രായേൽ ഏത് വഴി സ്വീകരിക്കും, അതവിടെ നിൽക്കട്ടെ. അന്ന് ഇറാന്റെ പ്രസിഡന്റിന്റെ ചരമ് ടെഹ്റാനിൽ നടക്കുമ്പോൾ തുർക്കിക്കാരനും പറഞ്ഞു, ആര് പറഞ്ഞു? ഖത്തറുകാരനും പറഞ്ഞു, ഇനി റഷ്യ നമ്മളെ നയിക്കും കരമുയർത്തുന്നവർക്കായി. ഇതാ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു, ഞങ്ങളുടെ പിൻപിൽ അണിനിരക്കുക. ഒരിക്കൽ കൂടി കൊല്ലങ്കോട് സെൽവേപുരം ദൈവമക്കളെ, കാലം സമീപ, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. എത്ര ക്ലിയർ ആയിരിക്കുന്നു കണ്ടോ. നീ അവർക്ക് മേധാവിയായിരിക്കും. ആ സംഭവമാ ഇറാന്റെ പ്രസിഡന്റ് മരിച്ചപ്പോൾ റഷ്യ പറഞ്ഞു, ഞങ്ങളുടെ പിൻപിൽ നിന്നാൽ മതി, ബാക്കി ഞങ്ങൾ കൈകാര്യം ചെയ്യുമെങ്കിൽ. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ നാഥന്റെ വരവിന്റെ ചാലുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. കരമുയർത്തുന്നവർക്കായി ലോക സംഭവം ബൈബിള്. നീ അവർക്ക് മേധാവിയായിരിക്കും. അടുത്തത് ലാസ്റ്റ് എവിടെ ചെല്ലും? വായിച്ചിട്ട് മോനെ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് ഏറിയ നാൾ, ലാറ്റർ ഡേയ്സ്. ഇംഗ്ലീഷിൽ ലാറ്റർ ഡേയ്സ്. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. എവിടെ? വായിക്കാം.
വാളിനൊഴിഞ്ഞു പോകുന്നതും വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നിച്ചു വരും. കന്യാകുമാരി വണ്ടി ബാലരാമപുരം ആയിട്ടേ ഉള്ളു. ഈ റൂട്ട് ലാസ്റ്റ് വരും ഒരു രാജ്യത്തേക്ക്. ആ ലാസ്റ്റ് പോയിന്റ് ബോർഡ് നാഗർകോവിൽ. ഒരു രാജ്യത്തേക്ക് നീ ഒടുക്കം വന്നേരും. എവിടാ കുഞ്ഞെ വായിച്ചാട്ടെ? നിരന്തര ശൂന്യമായി കിടന്നിരുന്ന 1948 മെയ് 14 വരെ അറബി ഒട്ടകവും മൂങ്ങ മൂളിയൊരു സ്ഥലമുണ്ട് നിരന്തരം ശൂന്യമായി കിടന്നതും. ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ കരമുയർത്തിയാട്ട ഇസ്രായേൽ പർവ്വത നിരങ്ങളിൽ നിരന്തര ശൂന്യമായി കിടന്ന പർവ്വതങ്ങളിൽ നീ വരും ഇസ്രായേൽ. അതാ അന്തിമ യുദ്ധം. അതുകൊണ്ട് 28 മാസമായിട്ട് ഇത് അവസാനിക്കത്തില്ല. അപ്പൊ ലോകം 2 ചേരിയിൽ വരുമോ? വായിക്കാം. തമിഴ് ബൈബിളിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ലോകം 2 ചേരിയിൽ. എഹെസ്കേൽ പ്രവചനം 38 അധ്യായം 5-6 വാക്യങ്ങൾ. മോൻ വായിച്ചട്ടെ. എഹെസ്കേൽ 38:5-6. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച് പാർസികൾ. കോവിഡ് വന്നപ്പോ 2 ചേട്ടന്മാർക്ക് റഷ്യക്ക് പ്രൈസലോട് കൊടുത്ത്. 1 അഫ്ഗാൻ, 2 ഇറാൻ. പാർസികൾ. അടുത്തത് കൂശ്യർ. വന്നില്ല മക്കളെ, സ്പീഡിൽ പോകരുത്. നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കണം. ഇവർക്ക് പിടി കിട്ടണം. കൂശ്യർ തമിഴ് ബൈബിൾ അരുമയാന ബൈബിൾ. അതിനകത്ത് എഴുതിയിട്ടുണ്ട് കൂശ്യർ എത്യോപ്യ രാജ്യം. തമിഴ് ബൈബിൾ പൂത്തിയർ ലിബിയ രാജ്യം. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. തമിഴ് ബൈബിളിൽ നിന്നിട്ട് ബൈബിൾ നോക്കുന്നില്ല. സ്വോത്രം. ലോകരാജ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയാളം ബൈബിളല്ല, അരുമയാന തമിഴ് ബൈബിളിൽ അത് നോട്ട് ചെയ്തിരിക്കുന്നു. കൂശ്യർ എന്നല്ല, എത്യോപ്യ, പൂത്തിയർ, ലിബിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിക്കുന്നു. എത്ര ക്ലിയർ. കൂശ്യർ, പൂത്തിയർ. അടുത്ത വാക്ക് ഗോമേർ. ആരാ ഗോമേർ? 12 യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. എല്ലാവരും കേൾക്കണം. ഏതാ 12? ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12-ൽ ഒന്നിനെ ഇപ്പം ദൈവം വെട്ടി. അവൻ്റെ പേരാ ബ്രിട്ടൻ. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പോയി. അതുകൊണ്ടല്ലയോ ചെങ്കവിളിയിലെ കുഞ്ഞുങ്ങൾ അമ്മച്ചി രാവിലെ ഫോൺ ചെയ്യും. മോൻ എവിടെ? UK മരുമോൾ എവിടെ? ഫിൻലൻഡിലാണ്. അടുത്ത മറ്റേ കൊച്ചുമോൾ എവിടെ? ജർമ്മനിയിലാണ്. സ്വോത്രം. എല്ലാം പോയില്ലേ? സ്വോത്രം. എല്ലാം UK വണ്ടി കയറി. അപ്പോൾ അമ്മച്ചി ഒരു വേലക്കാരിയുണ്ട്. പ്രാർത്ഥിച്ചോണം. വേലക്കാരി ഇട്ടേച്ച് പോയ അമ്മച്ചിയുടെ കാര്യം കട്ടപ്പോക. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതും പോയി. പിള്ളേരെല്ലാം പണ്ട് കേരളം വിട്ടാൽ ന്യൂഡൽഹി വടക്കേ ഇന്ത്യ. അവിടുന്ന് മലയാളി ഗൾഫിൽ ചാടി. അവിടുന്ന് നേരെ എവിടെ ചാടിയെന്നറിയാമോ? സ്വോത്രം. അമേരിക്ക ചാടി. അതിൻ്റെ ഇടയ്ക്ക് കാനഡയിൽ ചാടി. ഒരു മിനിറ്റ് കടമെടുക്കുക. ഇന്നാള് ഞാനൊരു ദിവസം രാവിലെ വീട്ടിൽ നോട്ട് തയ്യാറായിക്കൊണ്ടിരുന്നപ്പോൾ ഒരു അരുമയാന വാലിബൻ ഫോണിക്കുള്ള കേട്ടിരിക്കുന്നത്. പാസ് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കളിക്കാവളം മുതൽ തലപ്പാടി വരെ പോകുന്ന ഞാൻ ആരെ ഓർക്കാൻ? അല്ലേ തന്നെ പെൻഡ്രൈവ് അത്രയും ശരിയല്ല. സ്വോത്രം. ആളെ കാണുമ്പോഴേ ഇപ്പം നല്ല ഓർമ്മ വരുന്ന പ്രായവും പോകുന്നു. അപ്പം ഞാൻ ചോദിച്ച് മോൻ ആരാ? അപ്പം അവൻ പറഞ്ഞു ഞാൻ ആറയൂർ CSI പള്ളിയിലെ മെമ്പറാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. അപ്പം ഞാൻ ചോദിച്ച്, ഞാൻ 3 വർഷം അവിടെ തുടർച്ചയായിട്ട് അവരുടെ സഭാദിനത്തെ CSI പ്രസംഗിച്ച് ഞാൻ ചോദിച്ച് മോനെ നീ എങ്ങനെ നിന്ന് പേശുകരുത്? അപ്പോൾ അവ എന്നോട് പറയാം ഞാൻ മെലിത്താ ദ്വീപിൽ നിന്നാണ് പേശുന്നതെന്ന്. എൻ്റെ ചങ്ക് തകർന്നു പോയി. സ്വോത്രം. പൗലോസ് പോയ മാൾട്ടാ ദ്വീപിൽ നിന്ന് അവൻ പേശുന്നെന്ന്. സ്വോത്രം. ആറയൂക്കാർ. ഞാൻ അവിടെ പോയിട്ടില്ല. ഇനിയിപ്പോനും പറ്റത്തില്ല. നമുക്കറിയാം. സ്വോത്രം. ഈ രാജ്യങ്ങൾ മൊത്തം പഠിച്ചതുകൊണ്ട് പ്രവചനം പ്രസംഗിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. മോനെ വാട്സപ്പുള്ള നമ്പർ തരാം, ആ പടം ഒന്ന് കാണിച്ചേക്കാൻ പറഞ്ഞു. അവിടെ എല്ലാം നിന്നൊരു കറക്ക് കാണിച്ച് വർഗീസ് മാസ്റ്റർ കടലെല്ലാം കാണിച്ച്. ഞാൻ ചോദിച്ച് ഈ കടൽ കഴിഞ്ഞാൽ ഇനി ലക്ഷദ്വീപം ആൻഡമാൻ പോലെ വല്ല ദ്വീപം ഉണ്ടോയെന്ന്. അപ്പോൾ പറഞ്ഞ് ഇനി ഒരു ദ്വീപുമില്ല, പെരുങ്കടലാ ലോകം തീർന്നെന്ന്. സ്വോത്രം. മലയാളി ആറയൂക്കാരൻ പയ്യൻ മാൾട്ടാ ദ്വീപിൽ ചെന്നിട്ട് ഇനി തട്ടുകട തുടങ്ങിയെന്ന് എനിക്കറിയത്തില്ല. സ്വോത്രം. അപ്പം ഞാൻ അവനോട് ചോദിച്ചു മോനെ നീ എന്തോ ചെയ്യുന്നു? പാസ് ഞാൻ +2 പഠിക്കുമ്പോഴേ ഞങ്ങളുടെ ചർച്ച വന്ന് പ്രസംഗിച്ചത്. ഞാനിപ്പോൾ യൂട്യൂബിൽ പ്രസംഗം കേൾക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം നീ എന്ത് വേല പാക്കിയത്? അപ്പോൾ പറഞ്ഞ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻറ്റ്. ഞാൻ ചോദിച്ചു എന്തോ പഠിച്ചു? അവൻ BCA കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് IMC എടുത്തിട്ട് റിക്രൂട്ട്മെൻറ്റ് അവിടെ പോയി. അപ്പോൾ ഞങ്ങളുടെ ഉപദേശിമാരുടെ കാര്യം വല്ലതും പൈസയുടെ കാര്യമാണ്. ഞാൻ അവനോട് ചോദിച്ചു അവിടെ എങ്ങനെ കറൻസി പൗണ്ടാന്നോ യൂറോ ആണോ? അപ്പോൾ പറഞ്ഞു പാസ്റ്റർ ഇവിടെ $ആ ശമ്പളം. അപ്പം കാൽവരിയിലെ കള്ളം പറഞ്ഞോളൂ. ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞു മോനെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണേന്ന് പറഞ്ഞോല് അന്ത നാൾക്കുള്ളേ ചർച്ച വന്ന അരുമയാന സുവിശേഷ കൂട്ടങ്ങളിൽ ഒന്ന് തലമേൽ കൈവച്ചാൽ ആശീർവാദത്തെ കൊടുത്ത 5000 നീ മറക്കരുത്. സന്തോഷമില്ലല്ലോ? ദേവശോഭന പാഷ ചിരിക്കുന്നത്. പക്ഷേ $100 8,200 രൂപ. അവൻ്റെ നമ്മുടെ ഒരു വാക്ക് കിട്ടിയ 8,200. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ആറയൂക്കാരൻ നിൽക്കുന്ന മാൾട്ടാ ദ്വീപി. സ്വോത്രം. 12-ൽ 1 പോയി 11 ഇനി ഒരു രാജ്യം കൂടെ റഷ്യയുടെ ചാരത്ത് വന്നാൽ അന്ന് വെളിപ്പാട് പുസ്തകം നിവർത്തി 10 കൊമ്പും 7 തലയും. എന്നാൽ ആ രാജ്യം പോകുന്നതിന് മുമ്പ് എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ക്ലിയർ.
ദാണ്ട അതാ ഗോമേര് യൂറോപ്യൻ യൂണിയൻ ഒരുത്തൻ ചാടും. കേൾക്കണം, അത് ഗഗനമായ ഉലകത്തിൻ മുടിവ് കടശികാല ചെയ്തികളും. വായിച്ചാട്ടെ മക്കളെ, അടുത്ത വാക്ക് ഗോമേര്. വായിച്ചാട്ടെ മോൻ, വായിച്ചാട്ടെ. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും ഇസ്ലാമിക വടക്കേറ്റത്തുള്ള തോകർമാഗ്രഹം. കൊല്ലംകോടുകാർ കേൾക്കണം, ആരാ തോകർമാഗ്രഹം? അവനാന്ന് തുർക്കിയിലെ പ്രസിഡന്റ് തോയ്ബ് എർദോഗൻ. എല്ലാവരും കേട്ടോണം. നിങ്ങൾ തമിഴ് പേപ്പറും വായിക്കണം, ചാനലും കാണണം. അതിന്റെ പ്രത്യേകത എന്താ? ഇന്ന് അറബ് രാജ്യങ്ങളുടെ ലീഡറാ തുർക്കിയിലെ തോയ്ബ് എർദോഗൻ. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ലീഡർ. അവൻ ഇസ്രായേലിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുക. ചിലപ്പം യവനെയും ഇസ്രായേൽ കൈകാര്യം ചെയ്യുന്ന സംശയം അടുത്ത ദിവസങ്ങളിൽ പ്രഭാഷണത്തിൽ പറഞ്ഞുതരാം. അങ്ങനെയെങ്കിൽ അവനാ ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. അവൻ ഒരു കാര്യം ചെയ്തു, എല്ലാവരും കേൾക്കണം, അരുമയാന ഊളിയക്കാർ കേൾക്കണം. അവൻ തുർക്കിയിൽ വന്നപ്പോൾ ആദ്യം ഒരു പള്ളിയെ അവൻ കരത്തെ തൂക്കി ഹാഗിയ സോഫിയ, വാർത്ത വായിച്ചവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതിനുശേഷം രണ്ടാമത്തെ പള്ളി പിടിക്കാൻ പോയപ്പോൾ കർത്താവ് ഒരൊറ്റ ഭൂകമ്പം കൊടുത്ത് നീ മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. സ്വോത്രം. അപ്പം കർത്താവിൻ്റെ കയ്യിലൊരു വടിയുണ്ട്. ഇന്ന് നമ്മുടെ തമിഴ്നാട്ടിൽ കുമാരി മാവട്ടത്തിലെല്ലാം ആശീർവാദത്തിൻ വടി താൻ ഇരിക്കുന്നത് ഇല്ല അയ്യാ. കർത്താവിൻ കൂട് മറുതലച്ചാൽ അടിക്കാൻ ഒരു വടിയും കൂടെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. യാരുമേ അന്ത വടിയെ പറ്റി പേശാതെ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഞങ്ങൾ നാൾക്കളിൽ കേരളാവിൽ, ഇത് തമിഴ്നാടായിരിക്കാം, കേരളാവിൽ ഞങ്ങളുടെ അമ്മച്ചി, എൻ്റെ അമ്മച്ചി മരിച്ചുപോയി 5 വർഷം മുമ്പാണ്. ഞങ്ങൾക്ക് പഴയ കാലത്ത് നല്ല ഇച്ചിരി പുരിയോടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കപ്പയെല്ലാം പറിച്ചുകൊണ്ട് വരും. നല്ല കാര്യം, കപ്പയാണ് നമ്മളിവിടെ വരെ കൊണ്ടുവന്നത്. പെന്തിക്കോസുകാർ പറയുന്നത് കപ്പയല്ല, ഫ്രൈഡ് റൈസും ചിക്കനും ആണ്. സ്വോത്രം. അത് ഞങ്ങൾ പറയത്തില്ല, കപ്പയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. സ്വോത്രം. അപ്പോൾ ഈ കപ്പ ഞങ്ങൾ പറിച്ചുകൊണ്ട് വരും. എല്ലാവരും കൊണ്ട് അമ്മച്ചിയുടെ കയ്യിലോട്ട് കൊടുക്കും. അമ്മച്ചി ഒരു നല്ല ഇരുമ്പ് വെച്ചാൽ ഇങ്ങനെ കപ്പ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ചിരണ്ടിയിട്ട് ഒറ്റപ്പെട്ട് പടപടാ കുത്തും. അതേ ഇരുമ്പ് വെച്ച് അമ്മച്ചി ഇടയ്ക്ക് മുതു ചൊറി, ഒരു കുഴപ്പമില്ല. സന്തോഷമില്ലല്ലോ? അതുമാതിരി കർത്തർക്ക് കയ്യിൽ അനുഗ്രഹത്തിൻ വടി ഇരിക്കുന്നത്, വെട്ടിയാ നിന്നെ തീർക്കാനുള്ള വടി ഇരിക്കുന്നത്. സ്വോത്രം. അത് യാരുമേ പേശക്കൂടാതെ. ഇന്ന് നമുക്ക് ആശീർവാദം, ബ്ലസ്സിങ് ഇതവിടെ നിൽക്കട്ടെ. ഞാൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ.